ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടോപ്പിൻ്റെ ഫുൾ ഡിസൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി സീക്വൻസ് വർക്ക് വരുന്ന ഒരു സ്കാലപ്പ് ലേസും എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ലേസുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നെക്കിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നെക്കിന് വേണ്ടിയിട്ട് ഒരു 16 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തുള്ള ടോപ്പിൻ്റെ സെയിം പീസ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസുമ്പോൾ നമ്മൾ ഈ ചെറിയ ലേസ് വെച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ 3 ഭാഗവും ഈ ലേസ് വെച്ചിട്ട് വേണം ഫിനിഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഈ ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ സെയിം ഒരു കളർ ലേസാണ് എടുത്തിട്ടുള്ളത്. നേവി ബ്ലൂ ലേസ് വേണമെങ്കിലും എടുക്കാമായിരുന്നു. എനിക്കിത് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലേസ് എടുത്തത്. അപ്പോൾ ഞാനിതിൻ്റെ 3 സൈഡും ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്കാലപ്പ് ലേസാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് ആദ്യം സ്കാലപ്പ് ലേസിൻ്റെ ഓർഗാൻസ മെറ്റീരിയൽ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് സോൾഡറിങ് അയൺ വെച്ചിട്ടും കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കത്രി വെച്ച് കട്ട് ചെയ്ത് ലൈറ്റർ വെച്ച് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ലേസിനെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഈ 7000 എന്ന് പറഞ്ഞ ഗമ്മ് വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഗമ്മാകുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടെ നല്ലതാണ് അതിന്. അപ്പോൾ ഞാൻ ആ ഗമ്മ് വെച്ചിട്ട് എൻ്റെ 2 ഭാഗവും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈന്, സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈന് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിന് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് നെക്കുമ്മൽ കുറച്ച് കയറ്റിയിട്ടാണ്, 16 ഇഞ്ചുള്ള കാരണം കുറച്ച് കയറ്റിയിട്ടാണ് വെക്കേണ്ടത്. നമ്മൾ നെക്കുമെന്ന് കുറച്ചൊന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ ഒരു 13 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പോർഷൻ വെച്ചിട്ട് എഡ്ജിൽ കൂടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഡിസൈന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്മേൽ ലൈനിങ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 5.5 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വിടുത്തിട്ടുള്ള നെക്ക് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതിൻ്റെ കട്ട് ചെയ്ത് ഒഴിവാക്കി ചെറിയ കട്ടിട്ട് കൊടുത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത്ത് കൂടുന്നു കരുതിയിട്ടാണ്. അപ്പോൾ നെക്ക് ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 4 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് സ്ലീവിൻ്റെ
റോങ് സൈഡും മെറ്റീരിയലിൻ്റെ പീസിൻ്റെ റൈറ്റ് സൈഡും വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഫോൾഡ് ചെയ്ത് നമ്മൾ ഈ പീസ് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ചെറിയ ലേസ് ആദ്യം കാണിച്ച ചെറിയ ലേസ് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാനത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്കാലപ്പ് ലേസ് എടുത്ത് ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെക്കിന് ചെയ്ത മാതിരി തന്നെ ഗമ്മ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാ, അങ്ങനെ ഞാൻ ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൽ നമ്മൾ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് രണ്ടും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ഫ്രണ്ട് പോർഷനും സ്ലീവിൻ്റെ ചെയ്ത് അതേ വർക്ക് ലെവലിൽ തന്നെ അതേ മോഡലിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷന് വെറും സ്കാലപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയിൽ പുതിയൊരു ഡിസൈനുമായിട്ട് കാണാം.